ഗൈസ്, ഇന്ന് നമ്മൾ നാട്ടിൽ പോകുന്നൊരു വ്ളോഗാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഉത്സവത്തിന് ഞങ്ങൾ നാട്ടിലെത്തുന്നത്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് വന്നിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചെറിയൊരു അമ്പലത്തിൽ പോയപ്പോഴാണ് ഇവിടെ ഈ ഒരു മണ്ണ് നമ്മൾ കണ്ടത്. നമ്മളെല്ലാം കണ്ടിട്ടുള്ള മണ്ണെന്ന് പറയുമ്പോൾ നല്ലൊരു ബീച്ച് മണ്ണോ അല്ലെങ്കിൽ ഒരു കറുത്ത കളറുള്ള മണ്ണ് രീതിയിലേക്കായിരുന്നു. ഇപ്പോൾ ഇത് കാണാൻ നല്ലൊരു തരിതരിപ്പ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. പിന്നെ നമ്മൾ രാവിലെ അവിടെ എത്തിയപ്പോൾ നല്ല ടയർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മളൊരു 10:30 വീട്ടിലെത്തി. അപ്പോൾ ഈ കണ്ണാപ്പിനെ കുരുപ്പിനെയൊക്കെ കണ്ട് അവിടെ ഭയങ്കര അടി ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ സ്വന്തം മലയാളപ്പുഴ അമ്പലത്തിലോട്ട് ഇറങ്ങി, കുളിച്ച് റെഡിയായി സൂപ്പറായി ഇറങ്ങി. നമ്മൾ 3 പേരെ തനിയെ പോയിക്കൊണ്ടിരുന്നത്. ആദ്യം അമ്മയും അച്ഛനൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ പുറകിൽ വരുമായിരുന്നു. ഉത്സവം ആയതുകൊണ്ട് തന്നെ നല്ല സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നല്ല ഒരുക്കി സൂപ്പറാക്കി. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നമ്മൾ തെയ്യം കണ്ടേ, കഥകളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേഷം ഇട്ടിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരാഗ്രഹം ഒന്ന് പോയി ഫോട്ടോ എടുക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ, അപ്പൂസ്, അമ്മൂസ് എല്ലാ ആൾക്കാരും ഫോട്ടോ എടുത്തു. പിന്നെ നമ്മുടെ ദേവി ഇങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതുപോലെ അമ്മൂന് ആന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറേ രാത്രി ആയിക്കഴിഞ്ഞാൽ വീട്ടിലെത്തിയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആന കഴിക്കുന്നതിന് ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ, അതായത് കഴിക്കുന്നതല്ല, കഴിച്ചിട്ടിങ്ങനെ തുപ്പി തറയിലോട്ട് ഇടുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ അമ്പലം ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്, ഇത്രയും സെലിബ്രേഷൻ, ഇത്രയും ആൾക്കാർ. അതുപോലെ തന്നെ രാത്രി 11-12 മണി ആയാൽ പോലും ആൾക്കാർ പോകാതെ അങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് രാത്രി 11-12 മണിയൊക്കെ ആയപ്പോൾ ഷൂട്ട് ചെയ്ത്. ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അടുത്ത വർഷം ഒന്ന് ഡാൻസ് കളിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് അതൊന്ന് നടന്ന് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അപ്പൂസ് ഇവിടെ ഈ ഒരു സംഭവം വേണമെന്ന്, നല്ല എരിവുണ്ടായിരുന്നു, ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട്. അവന് പിന്നെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ബലൂൺ അണ്ണനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന്, വരൂ വാങ്ങുമെന്ന് പറഞ്ഞിട്ട്. അമ്മുനെ നോക്കിയപ്പോൾ അമ്മു വേണ്ടാന്ന രീതിയിലൊക്കെ. ഇപ്പോൾ രക്ഷപ്പെട്ടു. പിന്നെ വീട്ടിൽ